ഹലോ, ഹാപ്പി ഓണം. ഇച്ചിരി ലേറ്റായി പോയി എന്നറിയും. എന്നാലും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ. നിങ്ങൾ ഊഹിച്ചത് ശരി തന്നെയാണ്. ഇതൊരു ഓണം വ്ളോഗാണ് കേട്ടോ. ഈ ഓണം വ്ളോഗിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നാട് വിട്ട് താമസിക്കുന്ന മലയാളികൾക്ക് പലപ്പോഴും വീട്ടിൽ ഓണം ആഘോഷിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ആൾക്കാർ ഒത്തുചേർന്ന്, കാരണം ഇവിടെ വേറെ ഞങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സോ എല്ലാവർക്കും വളരെ കുറവാണ്. മോസ്റ്റ്ലി ന്യൂക്ലിയർ ഫാമിലീസ് ആയിരിക്കും ഇങ്ങനെ ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ ഓണാഘോഷം വീട്ടിലൊതുക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മൾ മാത്രമായിപ്പം എല്ലാ ദിവസവും നമ്മൾ മാത്രമായിട്ടല്ലേ. അപ്പം ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കാണണം, അത് നാടിൻ്റെ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാവരും തന്നെയും ഏതെങ്കിലും അസോസിയേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഓണം ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങൾക്കും ഉണ്ട് ഇവിടെ ഒരു അസോസിയേഷൻ. അപ്പം ആ അസോസിയേഷൻ്റെ ഓണക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വ്ളോഗിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഓണം എന്ന് പറയുമ്പോൾ ആഘോഷം, ആർപ്പുവിളികൾ, പൂക്കളം, അതൊക്കെയല്ലേ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. ഈ ആഘോഷവും ആർപ്പുവിളികളും ഒക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്തൊരു വലിയൊരു മെസ്സേജ് നമുക്ക് എല്ലാവർക്കും കൺവേ ചെയ്യുന്നുണ്ട്. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒക്കെയും. ഇവിടെ പലരും ഉണ്ടല്ലോ ഒത്തിരിയും, അതായത് നമ്മുടെ ഡേ എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്. കുഞ്ഞുങ്ങളുടെ സ്കൂളിൻ്റെ സ്കെഡ്യൂള്, ലൈക്ക് വർക്ക് സ്കെഡ്യൂള്, ഇതൊന്നും നമുക്ക് നാട്ടിലെ പോലെ വേറെ ആരെ ഏൽപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ ഇത്രയൊക്കെയും കാര്യങ്ങളുണ്ടായിട്ടും പലരും ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ ബിസി ലൈഫിൽ കുറച്ച് സമയം നമ്മുടെ ആൾക്കാരെയൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ഒത്തൊരുമിക്കുന്ന ഒരു അവസരം ഭയങ്കര സന്തോഷമാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ആ എഫേർട്ട് ഇട്ട് അവിടെ വരാനും ഈ പരിപാടികളെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ആ എഫേർട്ട് ഇട്ട് എല്ലാവർക്കും തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ. കം, ലെറ്റ്സ് ഗോ. ഓണത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഏതുവരെയായി എല്ലാവർക്കും? ഇതിപ്പോൾ സെപ്റ്റംബർ 12th ആണ് കേട്ടോ. സെപ്റ്റംബർ 12th ഒരു ഈവനിങ് 5 o'clock ആയിട്ടുണ്ട്. അത് മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പം ഓണം സെലിബ്രേഷന് ഞങ്ങൾ ചെറുതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പ്രോഗ്രാംസിലൊക്കെ ഞങ്ങൾ ഇപ്രാവശ്യം ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വരും. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാക്ടീസിന് പോകുന്നത്. കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചു തരാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കാണാം പ്രാക്ടീസ് സെഷൻ എങ്ങനെയാ, ശരിക്കും ഫൈനൽ റിസൾട്ട് എങ്ങനെയാ, അങ്ങനെ കാണിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുമാതിരി തന്നെ ഞാൻ ഇതിനകത്ത് ഈ പ്രോഗ്രാംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരനെയും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് ദേ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടു ദിസ് വൺ. ഐ റിയലി ഫീൽ അപ്രീഷിയേറ്റീവ് ഓഫ് ലൈക്ക് വാട്ട് എവർ ദേ ആർ ഡൂയിങ്. ബിക്കോസ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെയും ഡാൻസ് ചെയ്യാത്ത ഒരാളാണേ. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും അല്ല ലൈക്ക് കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒന്നും ഞാൻ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുകയോ ഒരു പെർഫോമൻസ് ആയിട്ട് ചെയ്തിട്ടില്ല. സോ ജീഷ and Ramya, thank you a lot. They have put in a lot of effort and they had a lot of patience to teach me how to dance. ഇപ്പോഴും എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് പ്രാക്ടീസ് സെഷൻ്റെ അവിടെ വെച്ച് കാണാം കേട്ടോ. സീസൺ നിങ്ങളുടെയൊക്കെ ഓണം പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടാവും? നാട്ടിലെനിക്ക് അറിയാം തകൃതിയായിട്ടുള്ള ഓണം പ്രിപ്പറേഷനാണ്. നാട്ടിലിപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും മലയാളികളൊക്കെ എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫീലിംഗ് അല്ലേ. എനിക്കറിയാം നിങ്ങളും ഒക്കെയും നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻസിൽ തിരക്കിലായിരിക്കും. എന്ന് പ്രാക്ടീസിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സോ ഞങ്ങള് വേറൊരു ഫ്രണ്ടിനെ കൂടെ പിക്ക് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഡിനു ആണ്. അപ്പൊ ഡിനു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കാണ് പ്രാക്ടീസിന് വരാൻ റെഡി ആയിട്ട്. ഏത് പ്രോഗ്രാമിനാ ഡിനു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഓ നൈസ്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഫെഡറിക്ടണിലെ മൾട്ടി കൾച്ചറൽ അസോസിയേഷൻ ഓഫ് ഫെഡറിക്ടൺ എങ്ങനെ ബിൽഡിംഗ്. അപ്പൊ ഞങ്ങൾ അവിടെ സക്സസ്ഫുള്ളി എത്തിയിരിക്കുകയാണ്.
I feel really great. First of all, thank you for all the support. Actually, it's not a one-man team; it's a teamwork. Every parents, all the students, they are putting a lot of hard work for this event to make it a big success. I'm excited for Onam. I'm in the fashion show, which I'm really excited to be in. പ്രാക്ടീസിൽ ഇവർ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് നല്ലൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ലാസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. പൊളിക്കണം. I'm taking part in the group dance, Steve's group dance, and the fashion show. So I'm very excited. It's my first time joining the Malayali Association Onam. So can't wait. ഓണയിടായാൽ മതി, നാളെ മറ്റൊന്നെങ്ങനെങ്കിലും ആയാൽ മതി. ഒരുങ്ങാൻ വേണ്ടിട്ട്. ഓക്കെ. നാട് മിസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ എന്നാലും ഇങ്ങനെ ഈ പരിപാടിയൊക്കെ ഉള്ള കാരണം മിസ്സിംഗ് ഉണ്ട്. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാതെ ഓണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കഴിഞ്ഞ ഓണം തുടങ്ങി ഈ ഓണത്തിന് വേണ്ടി വെയിറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, എല്ലാരും ഓണസദ്യ കഴിക്കാനാണോ എക്സൈറ്റഡ് അതോ നമ്മൾ ഒരുങ്ങാനാണോ എക്സൈറ്റഡ്? ഒരുങ്ങാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, ഓക്കെ. ഇനി എങ്ങനെയെങ്കിലും സാറ്റർഡേ ആവാ, ഓണപരിപാടിയൊക്കെ തുടങ്ങുക, സദ്യ കഴിക്കുക, നന്നായി ഒരുങ്ങുക. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഓണത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നേക്കാളും ഞങ്ങള് ഒത്തിരി സമയവും പൈസയും വെള്ളം സ്പെൻഡ് ചെയ്ത് മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെ പിന്നെ സാറ്റർഡേ പൊളിച്ചടുക്കും. അതെ അതെ, ഇവിടെ എല്ലാവരും ജോബ് കഴിഞ്ഞിട്ടാണ് ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പ്രാക്ടീസ് സെഷനൊക്കെ വന്നേക്കുന്നത്. അപ്പോ അപ്പോഴും തന്നെ മനസ്സിലായിക്കൂടെ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ ലെവൽ ഇല്ലേ? അതെ. ഇനി എങ്ങനെയാണ് ഒരുങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അറിയത്തില്ല, പറയുന്ന പോലെ. പ്രാക്ടീസ് ചെയ്യുന്നതിന് കൂടുതൽ പ്രോഗ്രാംസ് ഉണ്ട്. സോ ഐ തിങ്ക് ഗ്രാൻഡ് ഇവന്റ്. ആക്ച്വലി ഇവിടെ വന്ന ഫസ്റ്റ് ടൈമാണ് കാനഡയിലെ പ്രോഗ്രാമിൽ ഫസ്റ്റ് ടൈം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. ആക്ച്വലി ഡ്യൂട്ടിയുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസിനൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും എല്ലാവരും ഒക്കെ ആയിട്ട് ഒന്ന് ഗ്രൂപ്പായിട്ട് ഒരു പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനോടും എല്ലാവരോടും അതിൻ്റെ കൂടെ കളിച്ച എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനോടുമുള്ള എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എൻ്റെ ഓണാശംസകളും. I'm so happy that the entire community comes together during the preparation, during the practice session. And this happens only once in a year. So that's really good. We get to bond with people and we get to meet new Malayalis. That's really great. And about what I foresee the main event to be, I think it's going to be a blast. I look forward to all the experts behind the scenes who have worked like tirelessly for this. So yeah, it will be a great event. Looking forward to it. ഓണത്തിന്റെ ഒരു സന്തോഷം നമ്മൾ എല്ലാവരും കൂടി വരുന്ന ഒരു ഓണമാണ്. ഇതിന് ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഫുൾ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓണമായിട്ട് നമ്മൾ ഇതിനെ ആഘോഷിക്കുന്നതുകൊണ്ടാണ്. എനിക്കൊന്ന് ചെറിയ കമ്മ്യൂണിറ്റി ആകുമ്പോൾ നമ്മൾ അതെല്ലാവരും ഒരുമിച്ച് അതിന്റെ പ്രിപ്പറേഷൻ ആണ് കൂടുതൽ രസം. പ്രത്യേകിച്ച് ഈ പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളും ഒക്കെ. എന്തായാലും ശനിയാഴ്ചത്തെ നമ്മളെല്ലാം ഫോർവേഡ് ആകും. ഏറ്റവും അടിപൊളിയായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. I feel very happy. Nice. Are you excited? Yes. Yes. I'm so excited. I can't tell you. I just can't wait to perform it on Onam Day. That's on September 14th. You guys come and watch in her vlog, okay? It's very fun. I get to hang out with people. Yeah. It's very nice experience. Jisha Chechi, how do you feel? How do you feel, Darsha? It's like maximum people involvement is what most I like. That's why I thought of bringing up the fashion show. And I think we have 22 participants for the fashion show. I'm extremely happy. Hope we do well. It feels unreal that we're having a big one program. This is on a whole another level. Nothing compared to how it was before. So I'm very excited for this. I'm excited. Okay. The first time in Canada we are celebrating. Okay. So it's like at the same time we are missing. Oh, yeah. Okay. Bye. Hello, hi. Are you excited, Justine? Oh yes. Okay. How are you feeling taking part in all this preparation? It's exciting. It's going good. Hey guys. First Onam away from my family, very sad, very depressed, but we will
We will rock Onam. Yeah. Okay. We'll try our best. Okay, excited? Of course. Okay, great. For Sadhya. For food mainly. Look at our team. Yeah. That's our team. ജസ്റ്റ് എന്താ പറയാ ആ ഷോ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതെ, അത് മാത്രമാണോ എക്സൈറ്റ്മെന്റ്? അത് വേറെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ടോ? ഫുഡ് ഗ്രേറ്റ് ഫുഡ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഇല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ ദിവസം വരട്ടെ. അതെ, സുന്ദരികളായി അതെ, അണിയൊറിയാൻ കൊതിയാവുന്നു. അതെ. ഓക്കെ, നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടില്ലേ? അപ്പോൾ ഈ പ്രിപ്പയർ ചെയ്തതൊക്കെ എങ്ങനെ ഇവർ ഫൈനൽ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഓക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാവേ. Hello everyone, good morning, and today is the day of Onam celebration. I'm super excited.
ഹാപ്പി ഓണം. ഇവിടെ കാനഡയിൽ വന്ന് എൻ്റെ പ്രജകളെ കാണാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I just want to say, my people, live in peace and unity. എല്ലാ പ്രാവശ്യത്തെ ഓണത്തെയും പോലെ തന്നെ ഇപ്രാവശ്യത്തെ ഓണവും ഒത്തിരി കാര്യങ്ങൾ ഓർത്തിരിക്കാനും കുറച്ച് നല്ല സൗഹൃദവും തന്നുകൊണ്ട് പിന്നെയും കടന്നു പോവാണ് കേട്ടോ. നിങ്ങൾ ഇപ്പം മാവേലിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ? അത് നമുക്ക് ശരിക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലല്ലേ? നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുകയും നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് നൽകാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണേ. പിന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ ലെങ്തി ആയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രിബഡി ഹൂ ഹാവ് ഷോൺ ദെയർ ഫേസ് ഇൻ ദിസ് വീഡിയോ ഡിസേർവ് ദാറ്റ്, ട്രൂലി ഡിസേർവ് ഇറ്റ്, ആൻഡ് ഐ ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റ് ഓൾ ദെയർ എഫേർട്ട്. ഓക്കെ, നമുക്ക് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഇവൻറ്റിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒത്തുചേരലിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒത്തുചേരലിൻ്റെയൊക്കെ ഭാഗമായി സന്തോഷിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ പലപ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ അങ്ങനെ അത്രയ്ക്കും വേണ്ടിയിട്ട് അവരർഹിക്കുന്ന പരിഗണന നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾക്കും ഇതുപോലെയുള്ള മെമ്മറീസും ഗുഡ് മൊമെൻറ്റ്സും സമ്മാനിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ? ടേക്ക് എ മൊമെൻറ്റ് ടു അപ്രിഷിയേറ്റ് ദം ആൻഡ് ലെറ്റ് ദം നോ ഹൗ മച്ച് യു വാല്യൂ ദെയർ എഫേർട്ട് ആൻഡ് ലെറ്റ്സ് മേക്ക് ദ ഡേ. ആൻഡ് ബൈ ഡൂയിങ് ദാറ്റ് ആക്ച്വലി ഇറ്റ്സ് യുവർ ഗുഡ് ഹാർട്ടഡ്നെസ് ദാറ്റ് ഈസ് ഷൈനിങ് ത്രൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ ബൈ.